പൊന്നു പൊന്നുസേ കാലി കാലി ബോ ഇങ്ങനെ നടക്കന്നെ അല്ലേ പൊന്നു? പൊന്നു എന്താ മിണ്ടാത്ത്? ഓ അതെടുക്കാൻ പാടില്ല. ഇന്ന് നമ്മളില്ലേ ഒരു വാഴയിലേക്ക് വെട്ടാൻ വേണ്ടി വന്നതാട്ടോ. ഇന്നെക്കാട്ടിൽ ഉയരം വന്നിക്കണു വാഴയൊക്കെ. കിട്ടി പൊന്നാ പൊന്നേ ഇത് മതിയോ? അമ്പോ വീഴും, അമ്മയ്ക്ക് പേടിയാണ്. അമ്പടച്ചക്ക് കിട്ടി മുത്തേ അയ്യോ അപ്പി ബാ തോർത്തുകൊണ്ട് അവിടെ കൊണ്ടേക്ക് സ്വാമിക്കുട്ടി. ഇരിക്കാൻ പാടില്ല, ഇരിക്കാൻ. എന്തോ അത്? കൂറുമ്പ കുട്ടിക്കൂറുമ്പ. ഓ ഇന്ന് നമ്മള് ഈ നേന്ത്രപ്പഴം വെച്ചിട്ടില്ലേ ഒരു 4 മണിക്കടിയാണ് കേട്ടോ ഉണ്ടാക്കണത്. എന്റെ കയ്യിൽ നിന്ന് തന്നെ താഴെ വീണുപോയി. അപ്പൊ എന്താ അത്യാവശ്യം നല്ല പഴുത്ത പഴമുണ്ട്, കുറച്ച് പഴുപ്പായ പഴമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ തൊലി കറുത്തു പോയ പഴം നമ്മൾ ചിലവരൊന്നും ഉപയോഗിക്കില്ലല്ലോ, കുട്ടികൾക്കൊന്നും. അപ്പൊ നമ്മൾ ഈ പഴം വെച്ചിട്ട് ഇന്ന് ഒരു 4 മണിക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറുമ്പ എവിടേക്കാ പോണേ? എവിടേക്കാ പോണേ? പുട്ടായിയോ? അമ്മയ്ക്ക് തരുമോ? ചായ സുകന്യോ കുട്ടിക്ക് ഒരു ചായ കൊടുത്താ നീ റസ്കും ചായയും തരും അമ്മ കുട്ടിക്ക്. പൊക്കോ അമ്മ കുട്ടിക്ക് റസ്കും ചായയും തരും. ഞാൻ പഴുത്തിട്ട് എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? തിന്നാനല്ലാട്ടോ. എന്തൊക്കെയാ വേണ്ടത് നോക്കണ്ടേ? നല്ല പഴുത്ത പഴം, പിന്നെ അരിപ്പൊടി, നമ്മുടെ ബെല്ലം, പിന്നെ നെയ്യ്, ഏലക്കായ. പിന്നെ ബെല്ലം എന്ന് പറഞ്ഞ ശീലായിട്ടോ. ബെല്ലെന്നും പറയും ചിലര്, ബെല്ലെന്നും പറയും. ഞങ്ങൾ ഇവിടെ അധികം ബെല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ശീലിച്ചതല്ലേ നമുക്ക് വരുള്ളൂ. അതും കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞെടുക്കണ്ടേ. എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പഴം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. എനിക്കുണ്ടോ? നമ്മുടെ ശർക്കരപ്പാനി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കുകയാണ് കേട്ടോ. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, കുറച്ച് വലിപ്പമുള്ള പാത്രമാണേ. എന്താ സുകന്യ കലപിലേ പറയുന്നത്? നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ നെയ്യിക്കില്ലേ ഈ പഴം മിക്സിയിൽ അടിച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ട്. നല്ല പോലെ യോജിപ്പിക്കണേ. ഇനി നമ്മൾ ഇതിലില്ലേ ഈ ശർക്കരപ്പാനില്ലേ ഒഴിച്ചു കൊടുക്കണ്ട്. നമ്മളിതാ കുറച്ചീശെ അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. ഏല മുക്കിയ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ.
ഇത് അരിപ്പൊടി വെച്ചിട്ട് മാത്രല്ല കേട്ടോ, നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ചിലർ ചോദിച്ചിരുന്നു മലയ്ക്ക് മാല ഇട്ടോ ചോദിച്ചിരുന്നു. മലയ്ക്ക് മാല ഇട്ടിരുന്നു. നമ്മള് ഇന്നിട്ട വീഡിയോ ആയിരിക്കില്ല കേട്ടോ, നാളേന്ന് വരിക. നമ്മള് ചിലപ്പോ ഏട്ടനൊക്കെ ലീവ് ഉള്ള ദിവസം നമ്മള് രണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിടാൻ നോക്കാറുണ്ട്. എന്നാലല്ലേ എന്താ നമ്മുടെ കാര്യങ്ങൾ എവിടേക്കെങ്കിലൊക്കെ പോവാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്മള് 2 വീഡിയോ ചിലപ്പോ 3 വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തുന്നലിന് പോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് സമയം കിട്ടില്ല ദിവസം അങ്ങനെ വീഡിയോ ഇടുമ്പോ. അതുകൊണ്ട് എന്താ അറിയാണ്ടാണ്. അവരൊക്കെ മലയ്ക്ക് മാല ഇട്ടിട്ടുണ്ട്. 16-ാം തീയതി പടിപൂജയ്ക്കാണ് കേട്ടോ പോണത്. നമ്മള് ഏട്ടന് ഒഴിവുള്ള ദിവസം നമ്മൾ ചിലപ്പോ 2ഉം 3ഉം വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് മലയ്ക്ക് മാലിട്ടപ്പോ രാവിലത്തേന്ന് പറഞ്ഞു വെച്ചാല് രാവിലെ തിരക്ക്, ഉച്ചയ്ക്കാണ് വെച്ചാൽ അവര് പണി മാറ്റി വരുമ്പോ കഴിക്കാൻ കൊടുക്കേണ്ടതും. അപ്പൊ നമ്മള് മറ്റേത് ആദ്യം ഇന്നലത്തെ കൂട്ടാണ്ടെങ്കിലൊക്കെ നമ്മള് ഇന്ന് കഴിക്കും. മലയ്ക്ക് മാലിട്ട് കഴിഞ്ഞു വെച്ചാൽ അങ്ങനെയല്ലല്ലോ, അതിൻ്റെതായ ചിട്ടയോടെ കഴിക്കണ്ടേ, കഴിക്കാൻ കൊടുക്കും വേണം, നമ്മളും അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ അല്ലാണ്ട് പുറത്ത് പോയിട്ടൊരു വീഡിയോ നമുക്ക് നടക്കില്ല കേട്ടോ. എന്താ ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഹായ് പറയാനൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഈ ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണെന്നറിയോ ഹായ് പറയാത്തത്? നമ്മള് 3-4 ദിവസമൊക്കെ മുമ്പേ എടുത്ത വീഡിയോസ് ആയിരിക്കും ചിലപ്പോ എഡിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒഴിവുള്ള ദിവസം പരമാവധി നമ്മൾ ചിലപ്പോൾ ഒരു 3 വീഡിയോസ് എടുക്കും. അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ 2 ദിവസം ഒക്കെ ആഴ്ചയിൽ ലീവ് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് തന്നെ 6 വീഡിയോസ് ഒക്കെ ആവുമല്ലോ. പിന്നെ എന്റെ മോള് വരുമ്പോൾ മോളും വീഡിയോ എടുക്കും കൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. അപ്പോ കുറേ പേർക്ക് ബെൻഡിങ് ഉണ്ട് കേട്ടോ. ഏട്ടനൊരു ഇനിയിപ്പോ മലയ്ക്കൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊക്കെ ഹായ് പറയാനുള്ളവർക്ക് ഹായ് പറയുകയും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കിച്ചുട്ടനും കുഞ്ഞുണ്ണി അല്ല കിച്ചുട്ടനും കുഞ്ഞനും കന്നിസാമികളാണ്. കുഞ്ഞുണ്ണി മലയ്ക്ക് പോണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ് കേട്ടോ. പക്ഷെ അവനെ ഇപ്പൊ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത കൊല്ലമല്ലോ അവനെ കൊണ്ടുപോവുക. അപ്പൊ വ്രതം എടുക്കലില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. വ്രതം എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് വ്രതം എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ദിവസം ചിലപ്പോൾ 2-3 വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരാഴ്ചയിൽ ഇങ്ങനെ പോവാൻ പറ്റും. ബാക്കിയുള്ള നമ്മുടെ ദിവസങ്ങൾ നമ്മൾ കാണിക്കണില്ല. കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തുന്നലിന് പോണുണ്ട്, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് മാത്രല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വരുമാനം നമുക്ക് എന്തായാലും വേണം. അപ്പൊ ഒന്നിനെ മാത്രം ആശ്രയിക്കാണ്ട് തിരക്ക് പിടിച്ചുള്ള ഓട്ടപ്പാച്ചിലുകളാണ് കേട്ടോ ഇതൊക്കെ. കണ്ടോ, നല്ല മയം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുമ്പിളപ്പം ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പൊ തന്നെ ഉരുട്ടുമ്പോഴൊക്കെ നമ്മള് എന്തൊക്കെ പൊട്ടത്തര കാട്ടണല്ലേ. നമ്മളൊരു ത്രികോണാകൃതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉരുളകള് ഇതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി നമ്മളില്ലേ ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ കളിക്കണ്ടാട്ടാ, അങ്ങോട്ട് വാ. നമ്മളിത് അടച്ച് വെക്കട്ടെ കേട്ടോ. ഇപ്പോ വേറുള്ളവരെ കാണാത്തെന്ന് വിചാരിക്കണ്ടാവൂലേ.
ഇപ്പൊ മലയ്ക്ക് മാലയിട്ടതും കൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ വൈകുന്നേരം 10 മണി വരെ ഓരോ തിരക്കുകളാണ്. പിന്നെ നമ്മൾ പുറത്ത് പോണ ആൾക്കാര് അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോ എന്താ തിരക്ക് കൂടുകയും ചെയ്യില്ലേ. അപ്പൊ സുകന്യക്ക് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊന്നൂസിനെ പിടിക്കണം കേട്ടോ. പൊന്നൂസിനെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചാലാണ് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ റോട്ടിൽ കൂടെ ബസ് വരണം കൊണ്ടില്ലേ അവൻ ഓടും. നമുക്കിവിടെ എന്താ മതിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ വേഗം ഇത് കൂടി വണ്ടി വരും അത് കൂടി വണ്ടി വരും. അപ്പൊ എങ്ങനെയായാലും അവനെ ശ്രദ്ധിക്കണം, അവനെയും ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുണ്ണീനെയും ശ്രദ്ധിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടിലേക്ക് കുറച്ചു നേരം കളിക്കാനൊക്കെ പോകും വൈകുന്നേരത്ത്. അപ്പൊ ഒരാള് അവരെ നോക്കാനേ വേണം കേട്ടോ. ഇനി മലയ്ക്ക് പോയി വരുന്ന വരെ ചിലപ്പോൾ നമ്മള് ഇങ്ങനത്തെ വീഡിയോസുകൾ തന്നെ ആയിരിക്കും കേട്ടോ അധികം ഉണ്ടാവും ചെയ്യാ. അപ്പൊ എന്താ അവരെവിടെയെന്ന് ചോദിക്കണ്ട, എല്ലാവരും അവിടെ ഉണ്ട്. അമ്മ പൊന്നൂസിനെ നോക്കുന്നുണ്ട്, സുകന്യ ഉള്ളടിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മുടെ അമ്മ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം കിട്ടുമ്പോൾ വേഗം അവളെയും കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ച വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏട്ടൻ മലയ്ക്ക് പോകുമ്പോഴും എന്താ നമുക്ക് വീഡിയോ ഇടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ തിരക്കുകളും, പിന്നെ എനിക്കാണോ വെച്ചാൽ ശനി ഞായറും ഞാൻ ഉണ്ടാവില്ല. ശനി ഞായറും എന്റെ വീട്ടിലേക്ക് ഞാൻ പോവും. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ക്ലാസ്സിലെ കുട്ടികളെ കാണാൻ പോവാണ് പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിലെ. അപ്പൊ അവരെ കാണുന്നതുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു വീഡിയോ അധികം എടുത്തു വെക്കും വേണം. അമ്മേനെ തല്ലാൻ പാടും. എനിക്കിപ്പൊ കുങ്കുമം ഇടാൻ പാടില്ല, പൊട്ട് ഇടാൻ പാടില്ല, ഒന്നും ഇടാൻ പാടില്ല. ഒക്കെ അവന് മാത്രമേ പാടുള്ളൂ. ഒക്കെ അവൻ ദാ ടാർപ്പായ ദാ ഓ എന്തമ്മ കിളി 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 അതാരാ അമ്മച്ചി. കുറച്ചു നേരം ഇല്ലേ അടുപ്പത്ത് വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടാവേ. ഞാനില്ലേ കുറച്ച് ഇങ്ങനെ ആക്കിട്ടാ ഇതാണ്ടോ ഈ രീതിയിലും ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരവും അതേപോലെ നെയ്യിന്റെ ആ ടേസ്റ്റും പഴത്തിന്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതേപോലെ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കും അതേപോലെ പണിമാറ്റി വരുന്ന ഏട്ടന്മാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ, അതേപോലെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ? ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴയില്ല, പക്ഷെ നല്ല ഇരുളിച്ചുണ്ട് കേട്ടോ. ചിലപ്പോ രാത്രിയിലായിരിക്കും മഴ പെയ്യുക. ഇപ്പൊ എല്ലാവരുടെയും നല്ല മഴയാണല്ലോ. ചിലരൊക്കെ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു മഴ ഉണ്ട് എന്നൊക്കെ. അപ്പൊ പക്ഷെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്നലെ നല്ല മഴ പെയ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണോന്ന് വിചാരിക്കണോ കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.